ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാടാണ്. എറണാകുളം ജില്ലയിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പ് കാക്കനാട് മാർ അത്തനേഷ്യസ് സ്കൂളിലാണ്. ഇവിടേക്ക് 8 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. 8 കുടുംബങ്ങളിൽ നിന്നായുള്ള ഏകദേശം 20ഓളം ആളുകളാണ് ഇപ്പോൾ കാക്കനാടുള്ള ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉള്ളത്. ഇവർ കീരേരി മലയിലെ നിവാസികളാണ്. അവിടെ നിന്നും ഇന്നലെ ഈ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണ്. അവിടെ നിന്നുമാണ് ഇന്നലെ ഇത്രയും കുടുംബങ്ങൾ 8ഓളം കുടുംബങ്ങളെ ഈ കാക്കനാടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. ഇപ്പോൾ ഇവിടെ ഈ രോഗികൾ ഉൾപ്പെടെ ക്യാമ്പിലുള്ള സാഹചര്യമുണ്ട്. പ്രായമായ ആളുകൾ ഉൾപ്പെടെ ക്യാമ്പിലുണ്ട്. ഈ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഈ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയാണ് ഈ കീരേരി മല ഭാഗം ഒക്കെ തന്നെ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ദുരിതം ഉണ്ടായിട്ടുള്ള സ്ഥലം കൂടിയാണ്. നമുക്ക് ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോയാൽ, ചേച്ചി എത്ര പേരാണ് കൃത്യമായി ഇവിടെ ഉള്ളത്? ഇപ്പോൾ ഇവിടെ 19 പേരല്ലേ, 19 കുടുംബങ്ങളുണ്ട്. 19 ആളുകൾ. 19 ആളുകളുണ്ട്. എപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റിയത്? ഞങ്ങൾ ഇന്നലെ 5 മണിയോടുകൂടി ഇങ്ങോട്ട് മാറ്റി. ഇപ്പോൾ രോഗികളൊക്കെ ഉണ്ട്, എങ്ങനെയാണ് അവസ്ഥ? രോഗികളിപ്പോൾ 2 പേര് തന്നെ ഇച്ചിരി കൂടുതലായിട്ടുള്ള ആൾക്കാരുണ്ട്. ശ്വാസം മുട്ടും ഈ ചേട്ടനും ഇങ്ങനെ ഇന്നലെ ഞങ്ങളുടെ അവിടെ കുറച്ച് ഇടിഞ്ഞ്. അപ്പോൾ ഞങ്ങളിതിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇത് അനുഭവിക്കുന്നതാണ്. എല്ലാ പ്രാവശ്യവും അവർ നമ്മളെ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് ആക്കും, പിന്നെയും കൊണ്ടുപോകും. ഇപ്പോൾ ഈ പ്രാവശ്യവും കൂടിയും മതിയല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട്. സ്ഥലം ശരിയായിട്ടുണ്ട്. അപ്പോൾ വീട് നമുക്ക് ഞാനൊരു വീട് പണിത് തന്നെ. അതായത് ഈ നിങ്ങളെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ ആരംഭിച്ച സ്ഥലം എടുത്തിരുന്നു, അത് എവിടെ എത്തി? ഈ പൊയ്ച്ചിറയിൽ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു വീടും കൂടിയും അതിൽ വേണം. അതിനിപ്പോൾ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. ഈ വർഷവും കൂടി ഇങ്ങനെ പോകുമെന്ന് ഉറപ്പ് തന്നേക്കണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ. ഇപ്പോൾ ഇവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അധികൃതർ കൃത്യമായി എത്തിക്കുന്നുണ്ടല്ലോ? കൃത്യമായിട്ട് എത്തിക്കുന്നുണ്ട്. വേറെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചേച്ചി, ഇപ്പം കീരേരി മലയിൽ എത്ര കുടുംബങ്ങളാണുള്ളത്? നിങ്ങൾ എത്ര പേരാണ് ക്യാമ്പിലേക്ക് മാറിയിരിക്കുന്നത്? ഞങ്ങൾ 13 കുടുംബങ്ങളാണ് മണ്ണിടിച്ചിൽ ഭീഷണി ഇപ്പം നേരിട്ടിരിക്കുന്നതിൽ. 8 പേര് ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. 5 പേര്, അതിൽ 3 പേര് വാടകയ്ക്കാണ് താമസിക്കുന്നത്. മുന്നേ മുനിസിപ്പാലിറ്റിയിൽ 5000 രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് വാടകയ്ക്കാക്കിയിട്ട് ആ 3 പേര് തിരിച്ചു വന്നിട്ടില്ല. ബാക്കി ഞങ്ങളെല്ലാവരും ഈ പറഞ്ഞാൽ 1 വർഷം വാടകയ്ക്ക് നിന്നതാണ്. തിരിച്ച് ഞങ്ങൾ വാടക എടുക്കാൻ നിവൃത്തിയില്ലാത്തതാണ് വീടുകളിലോട്ട് പോയി. പിന്നെ ബാക്കി 2 പേര് ജോഷി കൃഷ്ണൻ എന്ന് പറഞ്ഞവർ ബന്ധു വീടുകളിലാണ് ഇപ്പോൾ മാറിയേക്കുന്നത്. അവരിങ്ങോട്ട് വന്നിട്ടില്ല. ഉണ്ട്. എൻ്റെ ഹസ്ബൻഡിന് ലങ്സ് ശ്വാസകോശം റിമൂവ് സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസമേ ആയിട്ടുള്ളൂ. നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഒരു ബെഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തെന്നാണ് ഇങ്ങോട്ട് പോകുന്നു. ഞങ്ങളിപ്പോൾ കുറേ വർഷമായിട്ട്, ഇപ്പം 2018 പ്രളയം മുതൽ ഇത് തന്നെ അവസ്ഥ. അപ്പോൾ ഈ വർഷം ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ടുണ്ട്. പെരയുടെ ഒന്നും റെഡി ആയിട്ടില്ല, പെർമിറ്റ് പോലും കിട്ടിയിട്ടില്ല. ഇനി അടുത്ത വർഷം എന്താണെന്ന് ഇപ്പം കണ്ടറിയണം. അടുത്ത വർഷം ഈ ഗതി വരുത്തല്ലേ എന്നാണ് ഇപ്പം ഒരു പ്രാർത്ഥന.